ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന വീടാണ്. ഈ കാണുന്ന വീടിന് വെറും 52 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. നമുക്ക് ഇവിടെ നിന്ന് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സെയിം തന്നെയാണ് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടതാണ്, എന്നാൽ ഒന്നും കൂടെ ഒന്ന് കണ്ടോളൂ. പുക്കാട്ടുപടിയിലേക്കും കിഴക്കമ്പലത്തേക്കും 3 കിലോമീറ്റർ ആണ്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്ക് 500 മീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് പോകണമെങ്കിൽ 12 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്കാണെങ്കിൽ 15 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1555 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നിറയെ വീടുകളുണ്ട്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള വീടുകളിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് തിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ്. വൈറ്റ് കളർ പെയിന്റും അതിനകത്തൊക്കെ ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള ഷോ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സി ഷേപ്പിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ ഒരു പോർഷനിൽ ജാളി ഡിസൈൻ വരുന്നുണ്ട്. ആഷ് കളർ പെയിന്റ് കൂടാതെ ഒരു ഗ്രീൻ കളറും ഒക്കെ നല്ല കോമ്പിനേഷനുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ടാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറുന്നത് കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കാർ പോർച്ചിലേക്ക് നേരെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കാണാം. ഈ കാണുന്ന മുകൾ ഭാഗത്ത് വരുന്ന പോർഷനിലൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ അളവ് നോക്കുവാണെങ്കിൽ 14.5 ആണ് ലെങ്ത് വരുന്നത്. 9.5 ആണ് വിഡ്ത്ത് വരുന്നത്. 14.5 ലെങ്ത്തും 9.5 വിഡ്ത്തും ഉള്ള നല്ലൊരു കാർ പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ അവിടെ സ്ഥലമുണ്ട്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന് അടുത്തായിട്ട് വേറെയും സ്ഥലമുണ്ട്. കാർ പോർച്ചിന്റെ ഇവിടെ കൂടെ നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് പോയി നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. ബേബി മെറ്റലാണ് അവിടെയൊക്കെ വിരിച്ചിരിക്കുന്നത്. നേരെ ചിലപ്പോൾ നമുക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. കിണർ വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണറിനടുത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ഫ്ലോർ ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വീടിന്റെ ഫ്രണ്ടിൽ നിന്നും ഗേറ്റ് തുറന്ന് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഭാഗങ്ങളാണ്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നേരെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബേബി മെറ്റൽ തന്നെയാണ് അവിടെയും വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല വീതിയും നീളത്തിലൊക്കെ ഉള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3-4 ചെയറുകൾ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള അത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വൈറ്റ് കളറും ബ്ലാക്ക് കളറും മിക്സ്ചർ ആയിട്ട് ഗ്രാനൈറ്റും ടൈലും കൂടിയാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. താഴെ ഭാഗത്തൊരു സ്റ്റെപ്പിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, അവിടെ കുറച്ച് ഭാഗം മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് അവിടെ നടാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ ഭാഗത്താണ്. അതുകൂടാതെ ഇവിടെ നമുക്ക് നല്ല കുറച്ച് പെർഗോള മോഡലിലുള്ള വിൻഡോസും കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ വന്നിട്ട് വെസ്റ്റ് ഫേസിംഗ് ആണ്, പടിഞ്ഞാറേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഭംഗിയായിട്ടുള്ള ഡിസൈനിലുള്ള ഡോറ് 2 പാളിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് കണ്ടപ്പോൾ ഈ ഒരു ഏരിയ കണ്ടതാണ്. 3 വിൻഡോസ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്ത് പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളെല്ലാം വുഡൻ ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ മൾട്ടിവുഡിൽ നല്ല ഭംഗിയുള്ള വൈറ്റ് ആൻഡ് ഒരു ചെറിയൊരു വൈൽഡ് ഡിസൈൻ കൂടി വരുന്ന മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ ഇവിടെ വരുന്നുണ്ട്.
താഴെ ക്ലോസ്ഡ് കബോർഡ്സുമായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ആണ് മുകളിലൊക്കെ ആ ചെറിയ പോർഷനുകളിലൊക്കെ ആയിട്ട് കാണുന്നത്. റൂഫിൽ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് റൂഫിൽ അധികം വർക്കുകൾ വേണ്ട എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും പറ്റിയ ചോയ്സ് ആണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രം, അത് ആവശ്യത്തിന് മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡുള്ള ഒരു ടൈലാണ് ഫ്ലോറുകളിലെല്ലാം സ്റ്റെപ്പുകളിലെല്ലാം തിരിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ GA പൈപ്പ് കൊണ്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിൽ ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാനൊക്കെ ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഏറ്റവും മുകളിൽ ആ ഒരു എൻഡ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഡൈനിങ് ഹാളിലുള്ള വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കംപ്ലീറ്റ് ആയിട്ടൊരു CNC കട്ടിങ്ങോട് കൂടി നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു മൾട്ടിവുഡിന്റെ ഒരു കേജിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ പീസൊക്കെ വന്നിട്ട് ഗ്രാനൈറ്റ് ആണ്. ഇത് നോക്കുവാണെങ്കിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു എക്യുപ്മെന്റ് ആണ് ഇവിടെ വാഷ് ബേസിനായിട്ട് വെച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിൽ മിറർ ഉണ്ട്. മുകളിൽ നല്ലൊരു ലൈറ്റ് ഫിറ്റിംഗ് ഉണ്ട്. താഴെ നോക്കിയാലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതൊരു 3 BHK വീടാണ്. നമ്മുടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് താഴത്തെ നിലയിലാണ്. ഈ കാണുന്നതാണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് സൈസ് നോക്കുമ്പോൾ 13-11 ഫീറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ വോളിലൊക്കെ വന്നിട്ട് ബ്രൗൺ കളറിൽ നല്ലൊരു ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ്. ബാത്റൂം വന്നിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലായതുകൊണ്ട് വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരില്ല. ആവശ്യത്തിനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസ് മൾട്ടിവുഡിലാണ്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ മുകളിൽ നിന്ന് ഭംഗിയായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയൊക്കെ നോക്കിയാൽ മൾട്ടിവുഡിൽ നല്ല ഡിസൈനുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറും ബ്രൗൺ കളറും കൂടി മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചൺ കബോർഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ഗ്രേ ആണ് വരുന്നത്. മുകളിലും താഴെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. റൂഫിൽ നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു ഡോർ തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള തറ മാത്രമാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഓണറുമായി സംസാരിച്ച് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. അതിനകത്തൊക്കെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ വന്ന് നിൽക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റൂഫ് നോക്കുവാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. L ഷേപ്പിലുള്ള ഒരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ വന്നിട്ട് ആ ഏരിയയിലേക്ക് പോകുന്നൊരു ചെറിയ സ്പേസ് ആണ് ഇവിടെ ഹാളിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഡോർ കാണുന്നത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. യൂട്ടിലിറ്റി സ്പേസിന്റെ ഫ്ലോർ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ യൂട്ടിലിറ്റി സ്പേസിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം സെയിം പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. അളവ് നോക്കുവാണെങ്കിൽ 12.5-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. റൂഫില് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഇവിടെയും നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയാണ് ഇവിടുത്തെയും ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു. നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 12-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ
ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനുകളിലാണ് ബാത്റൂം ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ വോൾ ടൈലുകളെല്ലാം യൂണിഫോം മോഡലിൽ തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമിലും നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഡോറ് കാണാം. അത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് ബാൽക്കണിക്ക് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു ജാളി ഡിസൈൻ നമുക്ക് കാണാം. നമ്മൾ വീട്ടിൽ താഴെ നിൽക്കുമ്പോൾ എലിവേഷനിൽ തന്നെ നമുക്ക് ആ വർക്ക് കാണാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് നമ്മളെ ഹാൻഡ് റെയിൽസിന്റെ അപ്പുറത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ കാണാം ഓപ്പോസിറ്റ് ഒക്കെ നിറയെ വില്ലകളുണ്ട്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഇന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലത്തേക്ക് 3 കിലോമീറ്ററും പുക്കാട്ടുപടിയിലേക്ക് 3 കിലോമീറ്റർ തന്നെയാണ് നമുക്ക് വരുന്നത്. ഒരുപാട് നല്ല സ്കൂളുകൾ നമുക്ക് ഇവിടെ വളരെ തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളൊക്കെ വളരെ അടുത്താണ്. അതുപോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ 500 മീറ്റർ സറൗണ്ടിങ്സിൽ തന്നെ നമുക്കുണ്ട്. മെയിൻ റോഡിലേക്കും 500 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റാണ്. 3 സെന്റ് സ്ഥലത്താണ് വീട് ചെയ്തിരിക്കുന്നത്. 1555 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 സെന്റ് ലാൻഡിൽ 1555 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. 3 സെന്റ് ആണെങ്കിൽ പോൽ നിങ്ങൾ കണ്ടു, നല്ലൊരു ലിവിംഗ് സ്പേസും 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ഡൈനിങ് ഏരിയയും കിട്ടുന്നുണ്ട്. താഴെ നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്. യൂട്ടിലിറ്റി ഏരിയ മുകളിൽ വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നല്ല ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. കിണർ വെള്ളമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പൈപ്പ് വെള്ളത്തിനും കൂടെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കണക്ഷൻ കിട്ടും. തൊട്ടടുത്ത വീടുകളെല്ലാം തന്നെ പൈപ്പ് കണക്ഷൻ നമുക്കുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 52 ലക്ഷം രൂപയാണ്. അത് അത്ര നെഗോഷ്യബിൾ അല്ല. നമുക്ക് ഒരു ഫയൽ ഒരുപാട് ചില വീടുകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പറയാറുണ്ട് ഇത്ര എമൗണ്ട് ആണ്, അതായത് നെഗോഷ്യബിൾ ആണെന്ന്. അപ്പൊ ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുകയാണ്, 52 ലാക്സ് എന്നുള്ള എമൗണ്ട് നമുക്ക് മാക്സിമം സംസാരിച്ച് നോക്കാം. എങ്കിലും നിങ്ങൾ ഇത് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതുപോലൊരു സ്ഥലത്ത് 52 ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് പുറത്ത് തന്നെയാണ്. സോ 52 ലാക്സിനാണ് ഈ കാണുന്ന വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ഈ വീട് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.